നമസ്കാരം. കഴിഞ്ഞ കുറേ വീഡിയോസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ കുറിച്ചായിരുന്നു. ഇനി മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് ലോഗരിതം ഫംഗ്ഷനെ കുറിച്ചാണ്. കോംപ്ലക്സ് ലോഗരിതം ഫംഗ്ഷനിൽ ഫോർ എ കോംപ്ലക്സ് നമ്പർ z we are going to define the function ln of z. അത് മറ്റൊരു ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ. ആ ഫംഗ്ഷൻ നമുക്ക് തൽക്കാലത്തേക്ക് w എന്ന് പേര് വിളിക്കാം. നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് w is equal to ln of z നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനു മുമ്പ് എനിക്കറിയേണ്ടത് നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ സപ്പോസ് ഇവിടെ എഴുതാം. സപ്പോസ് e raised to x is equal to y എന്ന് എഴുതാം. e raised to x is equal to y ആണെങ്കിൽ ഹൗ കാൻ യു ഫൈൻഡ് എക്സ്? എക്സ് കാണാൻ നമ്മൾ ലോഗരിതത്തിൽ എടുക്കുക. സോ എക്സ് ഇസ് ഈക്വൽ ടു ln of y നമ്മൾ പറയാറുണ്ട് അല്ലേ. അതുപോലെ നമ്മൾ കോംപ്ലക്സ് ലോഗരിതം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് w is equal to ln of z if z is equal to e raised to w. ഇതാണ് ഡെഫിനിഷൻ. ഡെഫിനിഷനിൽ പിന്നെ നമുക്ക് വേറെ ചോദ്യങ്ങളില്ല. w is equal to ln of z if z is equal to e raised to w. Okay. Or the complex logarithm function is defined as the inverse of exponential function. Okay. ഇതിൽ അറിയേണ്ടത് നമുക്ക് z is equal to e raised to w എന്ന് പറയുമ്പോൾ ഇയുടെ വാല്യൂ നമുക്കറിയാം 2.71 അപ്രോക്സിമേറ്റ്ലി ആണ്. സോ ഇറ്റ് ഈസ് 2.71 റേസ് ടു w. 2.71 റേസ് ടു w അതുകൊണ്ട് തന്നെ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. എന്നാൽ ആര് 0 അല്ല? z 0 അല്ല. സോ ഇൻ ദ ഡെഫിനേഷൻ ഓഫ് ദ കോംപ്ലക്സ് ലോഗരിതം ഫംഗ്ഷൻ ദ കണ്ടീഷൻ ഈസ് z നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ. ഇനി നമുക്കറിയേണ്ടത് വാട്ട് ഈസ് ദ റിയൽ പാർട്ട് ആൻഡ് വാട്ട് ഈസ് ദ ഇമാജിനറി പാർട്ട് എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ. w എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് u പ്ലസ് iv എന്ന് പേര് വിളിക്കാം. സോ u പ്ലസ് iv ഈസ് ഈക്വൽ ടു ln ഓഫ് x പ്ലസ് iy. ദിസ് ഇംപ്ലൈസ് z ആരാണ്? x പ്ലസ് iy ആണ്. x പ്ലസ് iy ഈസ് ഈക്വൽ ടു e റേസ്ഡ് ടു u പ്ലസ് iv. Okay, this implies x plus iy is equal to ഇയാളെ നമുക്ക് e raised to u into e raised to iv എന്ന് എഴുതാം. This implies x plus iy is equal to e raised to u into ഇവിടെ നമ്മൾ യൂളേഴ്സ് ഫോർമുല അപ്ലൈ ആണെങ്കിൽ e raised to i theta ഫോർമുല ആണല്ലോ. e raised to iv becomes cos v പ്ലസ് i sin v. ക്ലിയർ? നമുക്ക് രണ്ട് സൈഡിലും റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യാം. LHSൽ റിയൽ പാർട്ട് എക്സ് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു RHSൽ റിയൽ പാർട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം e raised to u cos v എന്നായിട്ട് മാറും. സോ e raised to u cos v കോമ ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇമാജിനറി പാർട്ട് y. സോ y ഇസ് ഈക്വൽ ടു ഇവിടെ e raised to u sin v. സോ e raised to u sin v ആണ്. ഓക്കെ അല്ലേ? രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക, ഇവിടെയും സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. ദിസ് ഇംപ്ലൈസ് ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോഴത് എക്സ് സ്ക്വയർ ആയി മാറും. ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഒരേ സമയത്ത് നമ്മൾ സ്ക്വയർ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ LHS സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ, ഇവിടെ LHS സ്ക്വയർ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ e raised to 2uൻ്റെ സ്ക്വയർ e raised to uൻ്റെ സ്ക്വയർ e raised to 2u നമുക്ക് എഴുതാം. സോ e raised to 2u cos square v പ്ലസ് e raised to 2v sin square v. e raised to 2u sin square v. രണ്ടിടത്ത് u ആണ്. ഇവിടെ e raised to 2u കോമൺ ഫാക്ടറാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു e raised to 2u ഇൻറ്റു cos square v plus sin square v. Cos square v plus sin square v is 1. So that is equal to e raised to 2u. Okay.
അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ റേസ്റ്റ് ടു യു എന്നാണ്. ഇനി അറിയേണ്ടത് നമ്മൾ കോംപ്ലക്സ് നമ്പർ എടുത്തിരിക്കുന്നത് സെഡ് ഈസ് ഈക്വൽ എക്സ് പ്ലസ് ഐ വൈ എന്നല്ലേ. ഇവിടെ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ ആക്കട്ടെ. സെഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. സെഡ് ഈസ് ഈക്വൽ എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ വാട്ട് ഈസ് മോഡ് സെഡ്? സോ മോഡ് സെഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓർ മോഡ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെയുള്ള എക്സ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയറിന് പകരം നമുക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മോഡ് സെഡ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഈസ് മോഡ് സെഡ് സ്ക്വയർ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ മോഡ് സെഡ് ഒരു റിയൽ നമ്പറാണ്, യു ഒരു റിയൽ നമ്പറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്താണ്? നമ്മൾ റിയൽ നമ്പേഴ്സാണ്. ആ റിയൽ നമ്പേഴ്സിൽ നമുക്ക് ഇവിടെ 2u കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലോഗരിതം എടുത്താൽ മതി. സോ ദിസ് ഇംപ്ലൈസ് ഇത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റിയൽ നമ്പേഴ്സ് ലോഗരിതം. സോ ലോഗരിതം ഓഫ് മോഡ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെ ലോഗരിതം എടുക്കുമ്പോൾ എന്തായി മാറും? 2u എന്നായിട്ട് മാറും. ഇവിടെ ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 ടൈംസ് ലോഗരിതം ഓഫ് മോഡ് സെഡ് എന്നായിട്ട് മാറും. ഈസ് ഈക്വൽ ടു 2 ടൈംസ് u. സോ വാട്ട് ഈസ് u? ദിസ് ഇംപ്ലൈസ് u ഈസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് മോഡ് സെഡ് ടു ദ ബേസ് e ആണ്. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. മനസ്സിലായോ? ഇവിടെ നമ്മൾ w ഈസ് ഈക്വൽ u പ്ലസ് ഐ വി എന്ന് എഴുതി നമുക്ക് യുവും വിയും കണ്ടുപിടിക്കണം. അതിൽ u നമുക്ക് കിട്ടിയുണ്ട്. u ഈസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് മോഡ് സെഡ് ടു ദ ബേസ് e ആണ്. ഇനി ആരാ കണ്ടുപിടിക്കേണ്ടത്? ഇനി നമുക്ക് v ആ കിട്ടേണ്ടത് അല്ലേ. v കിട്ടാൻ വീണ്ടും നമുക്ക് ഈ ഇക്വേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യാം. നോക്കൂ, എക്സ് അറിയാം, വൈ അറിയാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാപിറ്റൽ എ എന്ന പേര് കൊടുക്കാം, ക്യാപിറ്റൽ എ. സോ ഫ്രം ഇക്വേഷൻ നമ്പർ എ now from equation number a, capital A, x അറിയാം, y അറിയാം. നിങ്ങൾ y by x കാണാം. സോ y by x is equal to y divided by x. LHS ആണ് ഡിവൈഡ് ചെയ്തത്. RHS ഡിവൈഡ് ചെയ്യുമ്പം e raised to u ക്യാൻസൽ ചെയ്യും. ബാക്കി sin v divided by cos v. sin v divided by cos v is tan v. ഓക്കെ അല്ലേ? നമുക്ക് ആരാ അറിയേണ്ടത്? നമുക്ക് വിനെ കുറിച്ച് അറിയേണ്ടത്. അതിന് മുമ്പ് നോക്കൂ, നിങ്ങൾ ഈ y by എക്സിനെ കൺസിഡർ ചെയ്യുക. ഓർ വി ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. ഓർ വി ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് y by എക്സ് ആണ്. നമ്മുടെ കോംപ്ലക്സ് നമ്പർ z ഈസ് ഈക്വൽ എക്സ് പ്ലസ് ഐ വൈ ആണല്ലോ. ഈ z ഈസ് ഈക്വൽ എക്സ് പ്ലസ് ഐ വൈ കോംപ്ലക്സ് നമ്പറിന് നമ്മൾ ആർഗൻ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആർഗൻ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ റിയൽ പാർട്ട് എക്സ്, ദിസ് ഇസ് ദ റിയൽ ആക്സിസ്, ദിസ് ഇസ് ദ ഇമാജിനറി ആക്സിസ്. റിയൽ പാർട്ട് എക്സ് ആണ്. സോ യു വിൽ ചൂസ് എക്സ് ഓൺ ദ റിയൽ ആക്സിസ്. ഇമാജിനറി പാർട്ട് ഈസ് വൈ, സോ യു ചൂസ് വൈ ഓൺ ദ ഇമാജിനറി ആക്സിസ്. സോ ദിസ് പോയിൻറ്റ് വിൽ റെപ്രസെൻറ്റ് ദ കോംപ്ലക്സ് നമ്പർ z ഈസ് ഈക്വൽ എക്സ് പ്ലസ് ഐ വൈ. ദിസ് പോയിൻറ്റ് വിൽ റെപ്രസെൻറ്റ് ദ കോംപ്ലക്സ് നമ്പർ z ഈസ് ഈക്വൽ എക്സ് പ്ലസ് ഐ വൈ. ഇതാണ് മോഡുലസ്. ഈ ഡിസ്റ്റൻസ് ഒറിജിൻ ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് മോഡ് സെഡ്, മോഡുലസ്. ഇവിടേക്ക് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. ദിസ് ആംഗിൾ ഇസ് തീറ്റ. ആ തീറ്റ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? ആർഗ്യുമെൻ്റ് ഓഫ് സെഡ് എന്നായിരുന്നു അല്ലേ. തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ നമ്മൾ വിളിച്ച പേര് ആർഗ്യുമെൻ്റ് ഓഫ് സെഡ് എന്നായിരുന്നു. നോക്കൂ, ഇത് y ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വാട്ട് ഈസ് ടാൻ തീറ്റ? ഫ്രം ദിസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു y by x. or theta is equal to tan inverse of y by x. അപ്പോൾ നമ്മുടെ ഈ tan inverse of y by x ആരാണ്? tan inverse of y by x ഈ ഒരു ഇക്വേഷൻ പ്രകാരം അത് ആരാണ്? അത് ആർഗ്യുമെൻ്റ് ഓഫ് സെഡ് ആണ് അല്ലേ. tan inverse of y by x is equal to theta and theta in this representation is argument of z. So v is equal to argument of z ആണ്. ഓക്കെ, ഇപ്പോൾ നോക്കൂ, നമ്മുടെ കോംപ്ലക്സ് ലോഗരിതമിക് ഫംഗ്ഷൻ നമ്മൾ വിളിച്ച പേര് w എന്നാണ്. ആ w നമ്മൾ u പ്ലസ് ഐ വി എന്ന് എടുത്തു. അതിൽ u നമുക്ക് നേരത്തെ കിട്ടി. u ആരായിരുന്നു? ലോഗരിതം ഓഫ് മോഡ് സെഡ് ടു ദ ബേസ് e ആണ്. ഇപ്പോൾ വിയും കിട്ടി. വി ആക്ച്വലി ആരാണ്? ആർഗ്യുമെൻ്റ് ഓഫ് സെഡ് ആണ്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു ആർഗ്യുമെൻ്റ് ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ
നമ്മൾ അതിനെക്കുറിച്ച് ഒന്നുകൂടെ മനസ്സിലാക്കേണ്ട മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഈ ആർഗ്യുമെൻ്റ് ഓഫ് സെഡിന് എത്ര വാല്യൂസ് വരാം? ഇപ്പം നമ്മളിവിടെ ഒരു ആംഗിൾ തീറ്റ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ ആവുന്നില്ല, ഈ തീറ്റയ്ക്ക് ഇങ്ങനെ വരാം, ഒരു 2π ആഡ് ചെയ്യാം, അപ്പോഴും ഇവിടെ തന്നെ എത്തും. ശരിയല്ലേ? അത് തീറ്റ പ്ലസ് 2π ആണ്. ഒന്നുകൂടെ വേണം റൊട്ടേറ്റ് ചെയ്യാം, അത് തീറ്റ പ്ലസ് 4π ആണ്. തീറ്റ പ്ലസ് 6π ആവാം. ശരിയല്ലേ? ഇനി അങ്ങനെ വേണമെന്നില്ല, നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും പോവാം. ഇങ്ങനെ വരികയാണെങ്കിൽ തീറ്റ മൈനസ് 2π ആണ്, തീറ്റ മൈനസ് 4π ആണ്. ശരിയല്ലേ? ഇപ്പോൾ ഈ ആർഗ്യുമെൻ്റ് ഓഫ് സെഡിന് നമുക്ക് അറിയാം ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഈ ആർഗ്യുമെൻ്റ് ഓഫ് സെഡിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ദിസ് ഇസ് ഈക്വൽ ടു തീറ്റ പ്ലസ് 2nπ ആണ്. മനസ്സിലായിട്ടുണ്ടാവും? 2πയുടെ മൾട്ടിപ്പിൾസ് നമ്മൾ പറഞ്ഞത് തീറ്റ പ്ലസ് 2π, തീറ്റ പ്ലസ് 4π, തീറ്റ പ്ലസ് 6π എക്സെട്ര, ഓർ തീറ്റ മൈനസ് 2π, തീറ്റ മൈനസ് 4π എക്സെട്ര. സോ തീറ്റ പ്ലസ് 2nπ വേർ n ബിലോങ്സ് ടു z ആണ്. ക്ലിയർ? കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ആരെക്കുറിച്ചാണ്? കോംപ്ലക്സ് ലോഗരിതം ഫംഗ്ഷനെ കുറിച്ച് അറിയേണ്ട. ആ കോംപ്ലക്സ് ലോഗരിതം ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടാണ് u, ഇമാജിനറി പാർട്ടാണ് v. ആ u നമുക്ക് കിട്ടിയേണ്ട ഇയാളാണ്, v ഇപ്പം നമുക്ക് കിട്ടി, v ഇയാളുമാണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ ln of z പറയുമ്പോൾ ഇവിടെ കണ്ടീഷൻ ഉണ്ട്, z നോട്ട് ഈക്വൽ ടു 0 ആണ്. For a complex number z not equal to 0, ln of z is defined as ln of z is equal to u plus iv, that is equal to, what is u? U is equal to logarithm of mod z to the base e plus i into v. v ആരാണ്? v theta plus 2nπ where n belongs to z. ഓക്കെ അല്ലേ? തീറ്റ എന്താണെന്ന് പറയാം, where theta is the argument of z ആണ്. So this is the definition. ആ ഡെഫിനിഷൻ അവിടെ ഒന്നുകൂടെ എഴുതുന്നു. So we have ln of z is equal to logarithm of mod z to the base e plus I into theta plus 2nπ. Clear? Where n belongs to z and theta is equal to argument of z. This is the definition. Okay. ഇതാണ് ലോഗരിതം ഡെഫിനിഷൻ. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻ പ്രകാരം ലോഗരിതം ഓഫ് എ കോംപ്ലക്സ് നമ്പർ സെഡിന് എത്ര വാല്യൂസ് കിട്ടാം? ഇതാണ് ഡെഫിനിഷൻ. അപ്പോൾ നിങ്ങളിവിടെ ഒരു സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇവിടെയുള്ള ആർഗ്യുമെൻ്റ് ഉണ്ടല്ലേ, ആർഗ്യുമെൻ്റ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കാം ഉണ്ടല്ലേ. തീറ്റ പ്ലസ് 2nπ എന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻറ്റിജർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എത്ര വാല്യൂസ് കിട്ടും? ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് കിട്ടും. സോ ഫോർ എ കോംപ്ലക്സ് നമ്പർ its logarithm can take infinitely many values. Okay. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോസിൽ.